വെറും 750 രൂപ ചിലവിൽ തേക്കടിയിൽ കാടിൻ്റെ നടുവിൽ ഒരു AC റൂമിൽ നമുക്ക് താമസിക്കണം. കേരള ഗവൺമെൻറ്റിൻ്റെ PWD ഗസ്റ്റ് ഹൗസ് ഉണ്ട് തേക്കടിയിൽ. അവിടെ പബ്ലിക്കിന് താമസിക്കുന്നതിന് വെറും 750 രൂപ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇപ്പോഴുള്ള തേക്കടി ABയുടെ ഫ്രണ്ട് വശം. ഇവിടെ ആകെ 3 മുറികൾ മാത്രമേ ഉള്ളൂ. തേക്കടിയിലെ ബോട്ടിംഗ് ലാൻഡിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് ലാൻഡിങ്ങിൽ എത്താൻ പറ്റും. കാടിന് നടുവിൽ ആണ് ഈ ബിൽഡിംഗ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും മൃഗങ്ങൾ അവിടെ വരാറുണ്ട്. വൈകിട്ട് മാനുകളും കുരങ്ങുകളും മുള്ളംപന്നികളും ഒക്കെ അവിടെ എപ്പോഴും വരാറുണ്ട്. ഞങ്ങളവിടെ താമസിച്ചപ്പോൾ തന്നെ മാനുകൾ അവിടെ എത്തിയിരുന്നു വൈകിട്ട്. റൂം ബുക്ക് ചെയ്യുന്നതിന് ഗൂഗിളിൽ പോയിട്ട് PWD റൂം ബുക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടും. ലിങ്കിൽ പോയിട്ട് തേക്കടി IB എന്ന് സെലക്ട് ചെയ്താൽ മതി. ഓൺലൈൻ മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു തരത്തിലും ബുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. 12 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യേണ്ട സമയം. വൈകുന്നേരം 6 മണിക്ക് ശേഷം ചെക്ക് പോസ്റ്റിൽ നിന്ന് ഉള്ളിലേക്ക് കയറ്റിവിടില്ല. ഇത് ഡീപ് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഉള്ളിലേക്ക് കയറ്റിവിടില്ല ആരെയും. അതിനു മുന്നേ രാത്രിക്കുള്ള ഭക്ഷണമൊക്കെ കരുതണം. ഇവിടെ കെയർ ടേക്കർമാരുണ്ട്. അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഡബിൾ ബെഡ് റൂമാണ്. ഒരു റൂമിൽ 2 അഡൽട്ടിനും 2 കിഡ്സിനും കിടക്കാം. സാധാരണ റൂം AC റൂമാണ്. പിന്നെ ഒരു ഗവൺമെൻറ് റൂമിൻ്റേതായ എല്ലാ ഒരു ഭംഗികളും ഉണ്ട് അതിന്. ഈ ബിൽഡിംഗ് റിനോവേറ്റ് ചെയ്യാൻ പോകാമെന്ന് കെയർ ടേക്കർ പറഞ്ഞിരുന്നു. ഇനി ചെല്ലുമ്പോഴത്തേനും ഇതിൻ്റെ രൂപഭാവങ്ങളെല്ലാം മാറുമായിരിക്കും. ഏകദേശം 60 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നല്ലൊരു താമസമായിരുന്നു അവിടെ. നല്ല സഹകരണമായിരുന്നു. സിറ്റിയിൽ നിന്നുള്ള ഒച്ചപ്പാടുകൾ ഒഴിവാക്കി ശാന്തമായൊരു താമസത്തിന് ആഗ്രഹിക്കുന്നവർ ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിക്കാമെന്നാണ്. ഇതിൻ്റെ ബുക്ക് ചെയ്യേണ്ട ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇതാണ് എൻ്റെ നൈറ്റ് വ്യൂ. വളരെ ശാന്തമായൊരു അന്തരീക്ഷം. മറ്റ് ശബ്ദങ്ങളോ വെളിച്ചങ്ങളോ ഒന്നുമില്ല. ചുറ്റിനും കാട്. തേക്കടിയിൽ ബോട്ടിങ്ങിന് ബുക്ക് ചെയ്യുന്നതിന് ഓൺലൈനിൽ വേണേൽ ബുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. ഫോറസ്റ്റിൻ്റെ ബോട്ടുമുണ്ട്, KTDCയുടെ ബോട്ടുമുണ്ട്. ഫോറസ്റ്റിൻ്റെ ബോട്ടിൽ പെരിയാർ ബോട്ടിൽ ചാർജ് കുറവായിരിക്കും. KTDCയുടെ ബോട്ട് ചാർജ് ഇച്ചിരി കൂടുതലായിരിക്കും. ബോട്ടിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഒരുപാട് ഇടുന്നില്ല. നല്ല തണുത്ത ക്ലൈമറ്റായിരുന്നു പോയ സമയത്ത്. പിന്നെ കാട്ടുപോത്തിനെയും സാമ്പാർ ഡിയറിനെയും കാട്ടുപന്നി ഞങ്ങളുടെ ജീവജാലങ്ങളെല്ലാം കാണാൻ സാധിച്ചു. ആനയൊന്നും കണ്ടില്ല. ആ സമയത്ത് കാണാൻ സാധിച്ചില്ല. ഞങ്ങൾ 3:30-ക്ക് ശേഷമുള്ള സമയത്താണ് പോയത്. ആ സമയത്ത് ഇതിനൊന്നും കാണാൻ സാധിച്ചില്ല. ഈവനിങ്ങിലും അല്ലെങ്കിൽ ഏർലി മോർണിംഗിലും ഉള്ള സമയത്താണ് കൂടുതലും മൃഗങ്ങൾ വെള്ളം കുടിക്കാനും മറ്റും വരാറുള്ളത്. ആ സമയത്ത് പോയെങ്കിൽ മാത്രമേ മിക്കവാറും കാണാൻ സാധിക്കുള്ളൂ.
ആനകളെയും കടുവകളെയൊക്കെ കാണുന്ന വളരെ റെയറാണ്. ആനകളെയൊക്കെ കാണാൻ സാധിക്കും. ഞങ്ങൾ യാത്ര ചെയ്തത് KTDCയുടെ ബോട്ടിലായിരുന്നു. പണ്ടത്തെ ബോട്ട് അപകടത്തിന് ശേഷം സേഫ്റ്റി വളരെ കർശനമായിട്ട് അവർ പാലിക്കുന്നുണ്ട്. പിന്നെ മൃഗങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിലും കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ബോട്ടിങ് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് നടന്നു പോരാവുന്ന വഴിയാണത്. നല്ല ഭംഗിയാണ്. 5 മിനിറ്റ് നടന്നാൽ മതി. ബോട്ട് ലാൻഡിങ്ങിൽ നിന്ന് നമുക്ക് IBയിൽ എത്താൻ പറ്റും. IBയിൽ താമസിക്കുന്നുണ്ട് നമുക്ക് പ്രൈവറ്റ് വണ്ടി കാടിനുള്ളിൽ കയറ്റാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ തേക്കടയിൽ പാർക്ക് ചെയ്തിട്ട് ഇതുപോലുള്ള ഫോറസ്റ്റിൻ്റെ ബസ്സിന് വേണം ഉള്ളിലേക്ക് കയറി വരാനായിട്ട്.